മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയപ്പെടേണ്ടുന്ന സാഹചര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോഴിതാ സജന ഫിറോസ് അഥവാ സജന നൂർ അവര് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതകളും അതുപോലെ വിരോധാഭാസങ്ങളും ഇല്ലാ കഥകളും വിമർശനങ്ങളും എല്ലാം ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ് ദിയാസന. മെസ്സേജുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. എല്ലാവരും എൻ്റെ ഇന്റർവ്യൂ കണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതിനുശേഷം വീണ്ടും സജന നൂർ എന്നെ വെല്ലുവിളിച്ചു കൊണ്ടിട്ട് വീഡിയോ ഇട്ടു. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, സജന നൂറിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം എടുത്തിട്ടുണ്ട്. സജന നൂറിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. സജന എന്തുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? സജന എന്തുകൊണ്ടാണ് പോലീസ് കേസുമായിട്ട് സഹകരിക്കാത്തത്? സജന ആദ്യം അത് ചെയ്യും. അതുപോലെ തന്നെ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്കെതിരെ നടത്തിയ പരാമർശം, നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത്, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതെല്ലാം വെച്ചുകൊണ്ടിട്ടുള്ള പരാതി ഡിഫമേഷനും ചേർത്ത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1-2 ദിവസം കഴിയുമ്പോൾ കോടതിയിലെ പ്രൊസീജിയർ ഓൺ ആയിക്കോളും. കാരണം ഡിഫമേഷന് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ സജനയുടെ വെല്ലുവിളി ഞാൻ വീണ്ടും സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ്. കുറച്ച് പേർക്കും കൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആര് വന്നാലും ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ആർക്ക് ഞാനൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളെന്ന് സംശയമുണ്ടോ അവർ വന്നാൽ അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ വരാം. ഞാൻ നിങ്ങൾ വിളിക്കുന്ന എവിടെ വേണമെങ്കിലും വന്ന് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ വന്നിരുന്ന് കുറച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ടെസ്റ്റിനൊക്കെ ഭയങ്കര പൈസയാവും. ഒരു രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കൂല. ഞാൻ ഓൾറെഡി ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മാനം നശിപ്പിച്ചതിന് അവരെനിക്ക് പണം ഇങ്ങോട്ട് തരുന്നല്ലാതെ ഞാനൊരു രൂപ അങ്ങോട്ട് തരില്ല. അതുപോലെ അങ്ങോട്ട് കൊടുത്ത് ഞാനൊരു കാര്യം ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ അവളുടെ വെല്ലുവിളി കണ്ടു. 3 കോടി ഞാൻ വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ അതിൽ 2 കോടി തരാമെന്ന്. അത് ഞാൻ വാങ്ങിക്കാൻ വരാം. 2 കോടി തരണം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് സജന റസൽ പൂക്കുറ്റി പറയുന്നു 3 കോടി എൻ്റെ അടുത്ത് ചോദിച്ചു വന്നു. ഒരു തെളിവ് ഓൾറെഡി 40 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുമെന്ന് റസൽ പൂക്കുറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചു തന്നെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചു തന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നൊക്കെ ഉള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുറ്റി തന്നെ പറയുന്ന പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സജന മറ്റുള്ളവരുടെ പ്രൂഫ്? അപ്പൊ 2 കോടി സജന താ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടി ഇല്ലെങ്കിൽ 1 കോടിയെങ്കിലും വേണം. കുറച്ച് പാവം പിടിച്ച സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ പെട്ട കുറച്ച് പുരുഷന്മാരും ഉണ്ട്, ലക്ഷങ്ങളൊക്കെ പോയ പുരുഷന്മാർ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി താന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പം ഫീലാവും. അപ്പം നീ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഭയങ്കര ഒരു വിഷമ ഘട്ടം കൂടി ഇതിനകത്തുണ്ട്. കാരണം ആ സങ്കടം പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റസൽ പൂക്കുട്ടിയുടെ ഭാര്യ ഷാദിത്തായോട് വളരെയധികം സ്നേഹത്തോടെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഈ ഫ്രോഡുകൾ രണ്ടും കാണിച്ച കാട്ടായിത്തരത്തിനൊക്കെ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണ്. റസൽ പൂക്കുട്ടി വിവാഹം ചെയ്തു എന്നും അതുപോലെ ഫിറോസ് ഖാൻ ഡിവോഴ്സ് ആയി എന്നും പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പ്. അപ്പം ഞങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി നോക്കിയിരുന്നത്. പിന്നെ പോകെയാണ് അറിഞ്ഞത് ഇവൾ കള്ളമാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം. അതിനാലാണ് ഞങ്ങൾക്ക് അങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. സോ അതിന് ക്ഷമിക്കണം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടായിത്തരങ്ങളൊക്കെ തുടങ്ങി വെച്ചത് റസൂൽ പൂക്കുട്ടി ആണ്. റസൂൽ പൂക്കുട്ടി സജനയെ ഇറക്കി ഫിറോസിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ച് സജനയ്ക്ക് ഭയങ്കരമായ സിമ്പതി ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടി. ഫിറോസിക്ക് സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ അവസ്ഥയിലെത്തി. അവിടെ നിന്ന് അയാളെ രക്ഷിച്ചു കൊണ്ടുവന്ന് അയാൾ എല്ലാ ഡീറ്റെയിലും വെച്ച് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ സജനയുടെ ഇമേജ് പോകുന്ന സാഹചര്യത്തിലാണ് റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്ലിയർ കട്ടായിട്ടുള്ള പിക്ചർ വെളിയിൽ വരുന്നത്. ഇതുവരെയും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾക്ക് നല്ല രീതിയിലുള്ള ടോളറേറ്റിങ്ങും നല്ല രീതിയിലുള്ള അബ്യൂസിങ്ങും സജനയിൽ നിന്ന് കിട്ടിയിട്ട് പോലും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. അയാൾ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സജനയും റസൂൽ പൂക്കുട്ടിയും ചേർന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് വൃത്തികേട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറേ അധികം വൈകിയതിന് ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളത് തുറന്നു പറയുകയും ഇവരെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഷാദിത്ത വീണ്ടും പറയാണ്, നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സജന തെരുവിലിറങ്ങി. ഒടുവില് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അയാൾക്കും തൻ്റെ നിരപരാധിത്വമാണോ അപരാധിത്വമാണോ എന്തായിരുന്നാലും കാമഭ്രാന്തിൻ്റെ ശിക്ഷയാണ് അതൊക്കെ തുറന്നു പറയേണ്ടി വന്നു. അപ്പോൾ റസൂലിൻ്റെ വീട്ടിൽ സജന ഒരുപാട് അതിക്രമം കാണിച്ച് കയറി ചെന്നു. അവരുടെ ഭാര്യയെ ഫോണിൽ വിളിച്ചെന്നും അവർ ചത്തുകഴിഞ്ഞാൽ മാത്രമേ എനിക്ക് റസൂലുമായിട്ടൊരു ജീവിതമുണ്ടാകൂ എന്ന് പറഞ്ഞെന്നും അതുകൊണ്ട് റസൂൽ പൂക്കുട്ടിയുടെ കുടുംബജീവിതം ആകെ താറുമാറായിരിക്കുന്നു എന്ന തോതിലാണ് ഇപ്പോൾ വീഡിയോകൾ പ്രചരിക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മിക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടുകളും
ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 11:10 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. കൊണ്ടുവന്ന് വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷി നിൽക്കാൻ പറ്റാത്ത പറഞ്ഞു റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നോക്കിയത് കസേരയിൽ എഴുതി ഡോക്ടർ അവിടേക്ക് വിളിച്ചു റോഡ് നടു റോഡിൽ ദിയാണ് സംസാരിക്കുന്നത്. ദിയ ശബ്ദം ശബ്ദം ഞാൻ 3 കോടി മേടിച്ച് സെറ്റിൽ ആയെന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? ആ 3 കോടി മേടിച്ചിന്റെ തെളിവ് കൊണ്ട് നമുക്ക് 2 മില്യൺ കൊടുക്കും. ഉറപ്പാണ്. എന്റെ മക്കൾ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് 2 കോടി ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ ലോകത്ത് ഒരു റസൂലിനും, പ്രത്യേകിച്ച് മുഹമ്മദ് നബിയാണ് നമ്മൾ റസൂൽ എന്ന് പറയാറുള്ളത്, ആ റസൂല് പോലും ഭാര്യമാരിൽ നിന്നോ മക്ക മുശ്രിക്കുകളിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഇത്രയും വലിയ പീഡനങ്ങളൊന്നും, ഇത്രയും വലിയ പരിദോഷമൊന്നും ഏറ്റുവാങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ഓസ്കാർ ജേതാവിനും ഉണ്ടാകാത്ത രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ഓസ്കാർ ജേതാവായിട്ടുള്ള പൂക്കുറ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. പൂക്കുറ്റി മുംബൈയിൽ പോയി താമസിക്കാമെന്ന് വിചാരിച്ചു. അവിടെയും ചെന്നു സജന പ്രശ്നങ്ങളുമായിട്ട്. ഒടുവില് ഓസ്കാർ ജേതാവിന് യാതൊരു രക്ഷയുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങുന്നു. എനിക്ക് നീതി വേണം. സജന പിന്നെ 1, 2, 3 ഒക്കെ തെളിഞ്ഞതാണ്. എല്ലാവരെയും മര്യാദ പഠിപ്പിച്ച് തെളിഞ്ഞതാണ്. അതായത് ഒരുത്തനെ കെട്ടിച്ചു വിട്ടു ഒരു കുട്ടി, രണ്ടാമത്തവും വന്നു അടുത്ത കുട്ടി, മൂന്നാമത്തവും വന്നു 3 കുട്ടികൾ. പൂക്കുറ്റിയുടെ ആദ്യത്തെ നശിപ്പിച്ചു, രണ്ടാമത്തത് നശിച്ചു, മൂന്നാമത്തത് വയറ്റിലുണ്ട്. 3 കോടി വേണം. സജന പുതിയ നാടകം തുടങ്ങിക്കഴിഞ്ഞു. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 11:10 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. കൊണ്ടുവന്ന് വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷി നിൽക്കാൻ പറ്റാത്ത പറഞ്ഞു റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നോക്കിയത് കസേരയിൽ എഴുതി ഡോക്ടർ അവിടേക്ക് വിളിച്ചു നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ നടു റോഡിൽ ഒരു കസേരയൊക്കെ ഇട്ടിട്ട് പൂക്കുറ്റി ഇരുത്തി കൊടുത്തു. അതായത് തമിഴ്നാട്ടിലൊക്കെ മയ്യത്തുകളെയൊക്കെ റോഡിൽ ഇരുത്തി വണ്ടിയിലിരുത്തിയൊക്കെ ഘോഷയാത്രയൊക്കെ നടത്തുന്ന കണ്ടിട്ടില്ലേ? പൂക്കളൊക്കെ ഇട്ടിട്ട് ഡാൻസ് ഒക്കെ കളിച്ച്. അതുപോലെ പരമാവധി സജനയെ ഒന്ന് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പൂക്കുറ്റി കഴിവോളം ശ്രമിച്ചിട്ടുണ്ട്. സിറ്റിയാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ തിരിച്ച് ഞങ്ങൾ ബുക്ക് എടുത്ത് വീട്ടിൽ റൂമിൽ കൊണ്ട് സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? കള്ളവെടിക്ക് പോയപ്പോ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. എന്താണ് കാണിച്ചു കൂട്ടിയതെല്ലാം റസൂലേ റസൂലേ ഇല്ല സംസാരിക്കില്ല. വളരെ ട്വിസ്റ്റ് ആയിട്ടുള്ള കാര്യവും ദുഃഖകരമായിട്ടുള്ള കാര്യവും, റസൂൽ പൂക്കുറ്റി സജനയ്ക്ക് ഒരു വേള കാമുകനാണ്, മറ്റൊരു വേള ഭർത്താവാണ്, ആദ്യത്തെ ഭാര്യ അറിയരുത്, മറ്റൊരു വേള സഹോദരനാണ്, പരസ്പരം കള്ളവെടിയുടെ സഹോദരൻ, ചിലപ്പോൾ പടച്ചോനായിട്ടൊക്കെ വരും, ദൈവമായിട്ട്. അങ്ങനെ പല നിലകളിലും പ്രവർത്തിക്കുന്ന റസൂൽ പൂക്കുറ്റി ഒടുവിൽ കള്ളവെടിയിലൂടെ പ്രോഡക്റ്റിനെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ സജനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കള്ളക്കിളവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. 40 ലക്ഷം പോരട്ടെ, 40 ലക്ഷം, ഡയമണ്ട്, സ്വർണമാല, കൊട്ടാരങ്ങൾ, ഇതെല്ലാം പോയിട്ട് 10 കോടി രൂപയും. മുംബൈയിലെ വീട് തേടിപ്പിടിച്ച് അവിടെ പോയി ഫ്ലാറ്റിൽ താമസം ആരംഭിച്ചിട്ട് അവിടെ കോലാഹലം. പൂക്കുറ്റിയുടെ ഭാര്യയെ വിളിച്ചിട്ടും മര്യാദയ്ക്ക് നീ മരിച്ചോ എന്നാൽ മാത്രമാണ് എനിക്കൊരു ജീവിതം കിട്ടും. അവരൊരു ക്യാൻസർ പേഷ്യൻ്റ്, അവരെ കൊല്ലാൻ നോക്കുന്നു. ശരി, നടു റോഡിൽ സത്ത പോലെ പടുക്കലാം കിടന്നു നോക്കുന്നു. അവർ വെള്ളം തളിക്കുമ്പോൾ പതിയെ ഒന്ന് കണ്ണു തുറന്നു നോക്കുന്നു. ആളുകൾ ഒക്കെ പടപിടിച്ചു. ചൂടുവെള്ളവും പച്ചവെള്ളവും ജീരകവെള്ളവും ജ്യൂസും മിറിണ്ടയും ഒക്കെ തലവഴി ഒഴിച്ചപ്പോൾ സജന സടകുടഞ്ഞെഴുന്നേറ്റ് ആത്മവീര്യം പോലെ ചാടിത്തുള്ളി. നടു റോഡിൽ റസൂൽ പൂക്കുറ്റി നിൽക്കുവാണ്. ഞാൻ കള്ളവെടി വെച്ചതിന്റെ റിസൾട്ട് ആണല്ലോ ഇത്. എന്ത് ചെയ്യാം, വേറെ ഒന്നുമില്ല, ബലം അനുഭവിച്ചേ. സജന നമ്മൾ വിചാരിക്കുന്ന ആളല്ല, പൂക്കുറ്റി വിചാരിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് ഒരു കള്ളവെടിക്ക് 3 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, ദയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ, ഭാര്യയോട് ഇത് തുറന്നു പറഞ്ഞ് കള്ളവെടിയുടെ റിസൾട്ട് ഏറ്റെടുക്കുക. അവിഹിത ഗർഭം വയറ്റിലുണ്ടല്ലോ, അത് ഏറ്റെടുക്കുക. സജനക്കിനെയും പൂക്കുറ്റിയെ വേണ്ട, വേറെ ആരെങ്കിലും വലയിൽ വീണ് കാണും. 3 കോടി മതി. ഇതിനായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് തുടങ്ങണ്ട, എനിക്ക് 3 കോടി മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലത് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നു മോളെ നീ കാല് പിടിച്ച് പറയണം, നീ വാന്ന് പറഞ്ഞു പറയണം. അവർ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല.
അടുത്തത് ഇവളുടെ വലയിൽ വീണിട്ട് കിടന്ന് പെടയാൻ പോകുന്നത് പൂക്കുറ്റിയുടെ ഭാര്യ ഷാദി എന്ന് പറയുന്ന സ്ത്രീയാണ്. സുഹൃത്തുക്കളാണ്. എനിക്ക് നിന്നോട് പറയാൻ പറ്റുന്ന അറിയത്തില്ല. സാർ ഞങ്ങളിപ്പോ പറയാണ് ഷാദിദായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോൾ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞാൻ എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റെതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു സാർ അവർ എന്ത് ആവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കും എന്നുള്ളത്. ഞാൻ ഒരിക്കലും നിങ്ങളെ പറ്റില്ല. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളുടെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായിരിക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസ്സാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞത് സാർ അവൾ ആൻസൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളുടെ മെസ്സേജ് അയച്ചു അവൾ ആത്മഹത്യ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുകൊണ്ട് അവൾ എന്റെ ആത്മഹത്യ ചെയ്യാണെന്ന് പറയുന്നത് സാർ ആ കുട്ടിയെ രക്ഷിക്കണം. എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ല അപ്പുറത്തൊന്നുമില്ല സാർ. നമ്മൾ പറഞ്ഞാൽ ഇതുവരെയും സാറിന്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിന്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പോൾ ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇന്ന് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിന് ദിയാസനയെ നമ്മൾ സല്യൂട്ട് അടിച്ചു പോകും. ഒരാളെ നമ്മളെപ്പോഴും വിഷയാധിഷ്ഠിതമാണ് ആയിട്ടാണ് നമ്മളുടെ പിന്തുണകളെല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. റസൂൽ പൂക്കുട്ടി ദിയാസനയെ വിളിക്കുമ്പോൾ പോലും നിങ്ങളുകൂടി കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്, എനിക്ക് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഭാര്യയാണ് ഇവിടുത്തെ ഇര, അവരൊരു തെറ്റും ചെയ്യാതെ നിങ്ങളുടെ കുത്തിക്കഴപ്പ് കാരണം കാമഭ്രാന്ത് കാരണം ആ സ്ത്രീയും 2 കുഞ്ഞുങ്ങളും ഇരകളാക്കപ്പെടുമ്പോൾ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞാൻ അവരുടെ കൂടെ നിൽക്കൂ എന്നുള്ള അവരുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള തീരുമാനമുണ്ടല്ലോ, സൂപ്പർ. അങ്ങനെയേ നിൽക്കാൻ പാടുള്ളൂ. അതുവരെ സജനയുടെ സുഹൃത്തുക്കളോടൊക്കെ ഇദ്ദേഹം പറഞ്ഞു സജനയെ സഹായിക്കണം, അവൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്, അതുകൊണ്ട് അവളെ സഹായിക്കണം എന്ന് പറഞ്ഞ് ദിയാസനയോട് പൂക്കുറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറഞ്ഞു തുള്ളി ഉഗ്ര സ്വഭാവത്തോടുകൂടി പൊട്ടിത്തെറിച്ച് സജനത രംഗപ്രവേശനം ചെയ്യുന്നു. സജന 1, 2, 3 ഒക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും 300 കഴിഞ്ഞുമൊക്കെ ശരിക്കും ആടി തെളിഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പൂക്കുറ്റി ഒന്ന് ഒതുങ്ങാൻ ശ്രമിച്ചപ്പോൾ ചുരുട്ടിക്കൂട്ടി പൊറോട്ട അടിക്കുന്നത് പോലെ ഒരു മൂലക്കിരുത്തുകയാണ് സജന പൂക്കുറ്റിയെ. പൂക്കുറ്റിക്ക് ഇത് വേണം. നിങ്ങളിപ്പോ സമാധാനമായിട്ടിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി നിങ്ങൾ കാര്യം നോക്കും. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ സന്നദ്ധനായിട്ട് നിൽക്കുക. അത്രേ ഉള്ളൂ. അതായത് പൂക്കുറ്റി സജനയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നു. ട്യൂമറായിട്ടുള്ള തന്റെ ഭാര്യയെ ചതിച്ച് സജനയുടെ സ്നേഹവും മോഹവും പ്രേമവും ഒക്കെ പ്രതീക്ഷിച്ച് ചെന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മറ്റവർക്ക് 2 പേർക്കും ഇതൊക്കെ ഇതിലേറെ എത്ര അവർ അനുഭവിച്ചിരിക്കുന്നല്ലേ. കോടികൾ പോയി, മാനവും കപ്പൽ കയറി, ഉള്ള സമാധാനവും പോയി, മക്കളുടെ മുമ്പിൽ മാനവും പോയി, ഭാര്യയാണെങ്കിൽ നിത്യരോഗിയുമായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കടന്നു പോകുന്ന സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ. അടുത്തൊരു വോയിസ് കോൾ. ഞാൻ സ്റ്റുഡിയോയിലാണ്. ഇയാൾ പിന്നെ ഉമ്മയ്ക്ക് സുഖം പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആൻസൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ ക്ഷീണിക്കാൻ പറ്റാത്ത പറഞ്ഞു റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നോക്കിയത് കസേരയിൽ എഴുതി. ഡോക്ടർ അവിടേക്ക് വിളിച്ചു വരുത്തി, റോഡിൽ വിളിച്ചു വരുത്തി BPM ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ ആൻസൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ തിരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എന്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരും, നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല. സോറി സാർ, നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നോ എന്തോ ഞാനാവില്ല. എന്നുവെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യമാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തിൽ ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം കഴിഞ്ഞ പ്രശ്നത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ എനിക്കറിയില്ല. നിങ്ങൾ എല്ലാവരും മാനിപ്പുലേറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധമിട്ട് വീണ് ഈ ഹോസ്റ്റലിൽ കൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയം കഴിഞ്ഞ തവണ ഇവിടെ പോയി ചാടിയപ്പോൾ
അന്നമ്മ എന്റെ നല്ല സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നത്. അവൾ എപ്പോഴും എന്റെ അടുത്ത് ജസ്റ്റിഫൈ അങ്ങനെയാണ്. നിങ്ങൾ പറയുന്നത് അവൾ കേൾക്കില്ല, നിങ്ങൾ പറയുന്നത് അവൾ കേൾക്കില്ല. അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ നല്ലത് മാത്രം നോക്കും, നിന്റെ സുഹൃത്താണ് കറക്റ്റാണ്, നിന്റെ നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും അതിൽ പറഞ്ഞു കൊടുക്കണ്ടേ? നെല്ലും അതിന് പറഞ്ഞു കൊടുത്തായിരുന്നു അവളോട് ചോദിച്ചു നോക്കി. ഇവൾ മറ്റുള്ളവരോട് പറഞ്ഞത് ഞാൻ വേറെ കാര്യം ഒരു മിനിറ്റ്, നെല്ലും അതിന് പറഞ്ഞു കൊടുത്തായിരുന്നു ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളോട് നിന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നറിയോ, ഇക്കാടെ കൂട്ടത്തിൽ ഞങ്ങൾ എന്താ പറയാ അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കനെ കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കനെ അവളെ കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇവർ സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക, എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം എനിക്ക് നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫ് ഉണ്ട്. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് അല്ല, ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഇൻഡസ്ട്രിയിൽ ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട്. എന്റെ ഫാമിലി അങ്ങനെയല്ല. ഇക്കാടെ ഫാമിലി വരുന്നില്ലേ, എന്റെ ഫാമിലി എന്റെ കസിൻസ് ഫുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു ഒരു പ്രാവശ്യം നിന്നെ സജന ചോദിച്ചതാണ് നീ എന്തിന് തിരിച്ചു കയറ്റുന്നുണ്ട്. എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ, ഇവൾ എന്നോട് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടുന്നു. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്, ഇവൾ അവിടെ കിടന്ന് ഷാദിനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് കയറി വാ പട്ടിനെ പോലെ പറഞ്ഞു. ഞാൻ ദിയം പറഞ്ഞു. ഇവൾ കേൾക്കാണ്ടായപ്പോൾ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം ഇവൾ കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് പോയത് ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നമ്മൾ പോയിട്ട് ഷാദിത്തെ ഇവിടെ നമ്മൾ ഷാദിത്തേക്ക് സംഭവിച്ചാൽ ഇവർക്ക് സംഭവിച്ചാൽ എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ ഇവിടെ കൂടെ പറഞ്ഞ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ ഇന്നിപ്പോ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്ക അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യുന്നത്. ഞാൻ ഇക്കാനെ ഇവളെ കൂടെ തെറ്റിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാൻ്റെ അടുത്ത് ഇവളെ വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും പൂക്കുറ്റി ചെന്നുപെട്ട സ്ഥലം കൊള്ളാലോ. പൂക്കുറ്റി ചെന്നുപെട്ട ആളും കൊള്ളാം. അവളാണെങ്കിൽ എല്ലാവരുമായിട്ടും ശരിക്കും ആടി തിമിർത്ത് കളിച്ച് തെളിഞ്ഞ് എല്ലാ മേഖലയിലും ശരിക്കും നൈപുണ്യം നേടിയ ഒരാളാണ്. അതുകൊണ്ട് ഓരോരുത്തരോടും എങ്ങനെ നിൽക്കണമെന്നും ഏറ്റവും ഒടുവിൽ നടു റോഡിൽ തലചുറ്റി വീണിട്ടുള്ള അഭിനയവും ഇനി മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള രംഗപ്രവേശവും ഒക്കെ ഉണ്ടാകും. കാരണം അഭിനയ മികവിൽ മിടുക്കിയാണ്. സീരിയൽ രംഗത്തു മാത്രമല്ല, ഇപ്പോഴിതാ ജീവിതത്തിലും അവര് സമൂഹ മാധ്യമങ്ങളിലും അവരിപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭിനയവും ജീവിതവും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് തെളിയിക്കുക കൂടി ചെയ്ത ഒരു വ്യക്തിയാണ്. ഇനിയും ഉണ്ടാകും ഒരു ആത്മഹത്യാ നാടകവും കൂടി പ്രതീക്ഷിക്കാം. നന്ദി.